ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവാത്മാവ് നിറയാൻ ആഗ്രഹിക്കട്ടെ. ഈ വചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാവണം. പെന്തക്കോസ്താ തിരുനാളിന് ശേഷമാണ് യേശു ആരാണെന്നും യേശു പഠിപ്പിച്ച കാര്യങ്ങളുടെ ആഴം എന്താണെന്നും അപ്പസ്തോലന്മാർക്ക് മനസ്സിലായത്. ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ദൈവിക രഹസ്യങ്ങൾ സ്വീകരിക്കാൻ തുറന്നു തരണം. ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയ മിഴികൾ തുറക്കപ്പെടണം. കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തുന്നത് എന്ന് പൗലോസ്ലീഹ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് എഫെസോസ് ലേഖനത്തിൻ്റെ ആരംഭാധ്യായത്തിൽ പ്രാർത്ഥിച്ചതുപോലെ അവിടുന്ന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കുന്ന അവിടുത്തെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രയെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുത്തിയപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഇതേ ശക്തിയാണ്. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടും ഒപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അതുവഴി അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിറയുവാനും അവിടുത്തെ സമ്പന്നതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ നിറവിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവെ അങ്ങ് നിറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവെ ഞങ്ങൾ നിറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമായി നിറയണമേ.
സ്നേഹം വറ്റിവരണ്ടഹത്തിൽ ജീവജലമായി നിറയണമേ. ആത്മാവിനാലെ ഉറകൂട്ടണേ, ആത്മാവിൻ ജ്വാലയായി നിറയണമേ. ആത്മാവിനാലെ ഉറകൂട്ടണേ, ആത്മാവിൻ ജ്വാലയായി നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മധ്യസ്ഥം ഈ മണിക്കൂർ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായി നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് നരകത്തിൻ്റെ അസ്തിത്വം, അതിൻ്റെ നിത്യത. ഇതാണ് ക്രിസ്തീയ സുവിശേഷം തുടങ്ങുന്നത് അവിടെയാണ്. ക്രിസ്ത്യൻ ഗോസ്പലിൻ്റെ ആരംഭം അവിടെയാണ്. അതായത് നരകത്തിൻ്റെ യാഥാർത്ഥ്യം, നരകം എന്ന യാഥാർത്ഥ്യം, നമ്മളതിൻ്റെ വിശദാംശങ്ങളെല്ലാം വളരെ ആഴത്തിൽ മനസ്സിലാക്കി. ഇനി നമ്മളതിന് തുടർച്ചയായിട്ട് കാണാൻ പോകുന്നത് നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ഏതെല്ലാം പാപങ്ങളാണ്. ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വചനങ്ങൾ വായിച്ച് ദൈവം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഏതെല്ലാം തിന്മകൾ നമ്മെ നിത്യ നരകത്തിലേക്ക് നയിക്കും, ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത നമ്മുടെ ഹൃദയത്തിലുണ്ടാവുന്നത് നല്ലതാണ്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പ്രധാനമായ എനിക്ക് തോന്നുന്ന ചില വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. നമുക്കെടുത്ത് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നമ്മൾ ഈ കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഇതൊരു കെട്ടുകഥയാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പസ്തോലനായ പൗലോസിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം. കണ്ടോ? ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റ് പ്രവൃത്തികളും നമ്മെ എവിടെ എത്തിക്കും? നരകത്തിൽ എത്തിക്കും. ഇപ്പം ഇതിനകത്ത് ഒരു സംശയവും വരാൻ പാടില്ല. മറ്റൊരു വാക്യം എടുക്കാം. എഫേസോസ് ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെ. വത്സല മക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഇത് എന്ത് കൃത്യമാണ്? അപ്പോൾ ഇവിടെ ഈ ഗലാത്യ ലേഖനത്തിലും എഫേസോസ് ലേഖനത്തിലും പൗലോസ്ലീഹ പറയുന്ന ലിസ്റ്റുകൾ നമ്മുടെ മനസ്സിലൊന്ന് വെക്കണം. അതിനുശേഷം ഇതിൻ്റെ കുറച്ച് കൺക്ലൂഷൻസിലേക്ക് പിന്നീട് നമുക്ക് വരാം. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നിങ്ങളുടെ ഇടയിൽ, മൂന്നാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശം ഇല്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നമുക്ക് മുന്നോട്ട് പോകാം. കൊളോസോസ് ലേഖനം എടുക്കാം. അടുത്തത് ഫിലിപ്പിയ ലേഖനം കഴിഞ്ഞാൽ കൊളോസോസ് ലേഖനം. കൊളോസോസ് ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. ഇനി നമുക്ക് മറ്റൊരു വാക്യം എടുക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. മറ്റൊരു വാക്യം എടുക്കാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. കണ്ടോ, അസത്യത്തെ സ്നേഹിക്കുകയും, നുണ പറയുന്നതാണ്. അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും എവിടെ? പുറത്തെ അന്ധകാരത്തിലേക്ക് എറിയുവിൻ. ഇനി തിമോത്തിക്ക് പൗലോസ്ലീഹ എഴുതുന്ന 1-ാം ലേഖനം, 1 തിമോത്തി 1:8-11 വരെ. ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം. നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് നിയമനിഷേധകർ, അനുസരണമില്ലാത്തവർ, ദൈവഭക്തി ഇല്ലാത്തവർ, പാപികൾ, വിശുദ്ധി ഇല്ലാത്തവർ, ലൗകികർ, പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവർ, അസന്മാർഗികൾ, സ്വവർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നവർ, നുണയർ, അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയാണ്. ഇനി മറ്റൊരു വാക്യം വായിക്കാം. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇതിൻ്റെ കൺക്ലൂഷൻസിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തിന്മകൾ ഏതൊക്കെയാണ്? നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. ജനറലായ കുറച്ച് ആശയങ്ങൾ നമുക്ക് 1, 2, 3, 4, 5 ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത്, എല്ലാ തരത്തിലുള്ള ലൈംഗിക പാപങ്ങളും നരകത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മൾ ഇത്രയും വായിച്ച വചനങ്ങളുടെ വെളിച്ചത്തിൽ നരകത്തിലേക്ക് ഒരു ആത്മാവിനെ നയിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണ്? എല്ലാ തരത്തിലുള്ള സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, അത് ഹെട്രോസെക്ഷുവൽ ആയാലും ഹോമോസെക്ഷുവൽ ആയാലും എന്ന് പറഞ്ഞാൽ ഒരേ
ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ സ്വർഗഭോഗമാണെങ്കിലും ഈ ബൈബിൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് സെക്ഷുവൽ ഇമ്മൊറാലിറ്റി വിൽ ലീഡ് എ പേഴ്സൺ എ സോൾ ടു ഇറ്റേണൽ ഡാമിനേഷൻ. അപ്പോൾ ഇതാണ് എല്ലായിടത്തും ആവർത്തിച്ച് പറയുന്ന കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്യങ്ങളെ കുറിച്ച് എടുത്തിട്ടുണ്ടല്ലോ, അതിലെല്ലാം ആദ്യം വരുന്നത് എന്താ? അസന്മാർഗികത, വ്യഭിചാരം. ഈ ലിസ്റ്റിലെ ആദ്യത്തെ മുഴുവൻ അതാ, അസന്മാർഗികത, വ്യഭിചാരം. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇപ്പം എങ്ങനെയാണ്, അതായത് സെക്ഷുവൽ പ്യൂരിറ്റി സെക്ഷുവൽ പ്യൂരിറ്റി ഔട്ട്സൈഡ് മാരേജ് ആൻഡ് ഫിഡലിറ്റി ഇൻസൈഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിവാഹത്തിന് മുമ്പ് അല്ലെ വിവാഹത്തിന് പുറത്ത് ഉള്ള ഇത്തരം ജഡിക പാപങ്ങൾ, അല്ലെങ്കിൽ വിവാഹിതരുടെ ഇടയിലുള്ള അവിശ്വസ്തതകൾ, ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ഈ തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവർ ഈ തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. മറിച്ച് വിവാഹിതരായ ആളുകൾ എന്ത് ചെയ്യുന്നു? വിവാഹ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാത്മാവിനെ നരകത്തിലേക്ക് നയിക്കുന്ന. അപ്പം ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് ഒരു തരംതിരിവുകൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ബൈബിൾ എന്ത് പറയുന്നു അതിനെ ഞാൻ അടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ദൈവവചനം ഇപ്രകാരം പറയുന്നു. ദൈവവചനം ഇപ്പം നമ്മുടെ അഭിപ്രായം മറിച്ചാണെങ്കിലും ദൈവവചനം ഇങ്ങനെ പറയുന്നു. ഇത്തരം തിന്മകൾ ഒരാത്മാവിനെ എവിടേക്ക് നയിക്കും? നരകത്തിലേക്ക് നയിക്കും. അപ്പോൾ അത് വ്യക്തമായിരിക്കണം. എല്ലാ തരത്തിലുള്ള സെക്ഷുവൽ ഇമ്മൊറാലിറ്റിയും ആത്മാവിനെ നരകത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തേത് അനീതി. ഈ ലിസ്റ്റിൽ നമ്മൾ ആവർത്തിച്ച് കണ്ട മറ്റൊരു വാക്കാണ് അനീതി. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അനീതി എന്ന് പറയുമ്പോൾ എന്താണ്? ആവശ്യക്കാരുടെ അടുത്ത് നിന്ന് കണ്ണടച്ചത്, ദുർബലരെ പരിഗണിക്കാതിരുന്നത്, പാവപ്പെട്ടവരോടുള്ള അവജ്ഞ, അതുപോലെ അപരിചിതരെ പരദേശികളെ ഇൽട്രീറ്റ് ചെയ്തത്, അവരെ വേദനിപ്പിച്ചത്, പീഡിപ്പിച്ചത്, ഇതെല്ലാം അനീതിയാണ്. അനീതി. കൊള്ളലാഭം എടുക്കുന്നത്, അഴിമതി കാണിക്കുന്നത് എല്ലാം അനീതിയാണ്. കൈക്കൂലി വാങ്ങി മാത്രം കാര്യം നടത്തി കൊടുക്കുന്നത് അനീതിയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇൻജസ്റ്റിസ്, എല്ലാ വിധത്തിലുമുള്ള അനീതികൾ, അത് ഈ ലിസ്റ്റിൽ നരകത്തിലേക്ക് നയിക്കുന്ന തിന്മകളുടെ ലിസ്റ്റിൽ ബൈബിൾ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻജസ്റ്റിസ്. മറ്റൊന്ന് അത്യാഗ്രഹം, ഗ്രീഡ്. അത്യാഗ്രഹം, എന്ത് കിട്ടിയാലും നിറയാത്തൊരവസ്ഥ. വേറൊന്നാണ് മദ്യപാനം. അത് ഈ ലിസ്റ്റിൽ ഇപ്പോൾ നമുക്ക് ദൈവവചനം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഇനി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഈ ലിസ്റ്റിനകത്തുള്ള ഒരു കാര്യമാണത്. മറ്റൊന്ന് ഗോസിപ്പ് ആൻഡ് സ്ലാൻഡറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അപവാദം, പരദൂഷണം, വ്യർത്ഥഭാഷണം. ഇതെല്ലാം വളരെ ഗൗരവമായിട്ട് ഈശോ മിശിഹ ചൂണ്ടിക്കാണിച്ച പാവമാണ്. വ്യർത്ഥഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഒരു കഥയില്ലാത്ത വർത്താനം. അപ്പോൾ വ്യർത്ഥഭാഷണം, പിന്നെ ഗോസിപ്പിംഗ്, സ്ലാൻഡറിങ്, മറ്റുള്ളവരെ കുറിച്ച് എന്താ പറയുന്നത്, സ്ലാൻഡർ മോങ്കറിങ്, കുറ്റം പറഞ്ഞ്, പരദൂഷണം നിസ്സാരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. പരദൂഷണം ഒരാത്മാവിനെ എവിടേക്ക് നയിക്കും? നരകത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്. അതിനുള്ള എനർജി ഈ പരദൂഷണത്തിനുണ്ട്. മത്തായി 12:36, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും. നിങ്ങൾ പൗലോസ്ലീഹ തിമോത്തിക്ക്, തീത്തോസിന് ഒക്കെ ലേഖനം എഴുതുമ്പോൾ അത് വായിച്ചു നോക്കിയോ. അതിനകത്തെല്ലാം നീ വ്യർത്ഥഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അത് ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും, അത് ഭക്തി നഷ്ടപ്പെടുത്തും, വ്യർത്ഥഭാഷണം. ഇനി മറ്റൊന്ന് ഈ ലിസ്റ്റിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, മറ്റു ചില പാപങ്ങളാണ് ഈ ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൂലപാപങ്ങൾ. അതെന്തൊക്കെയാ? അഹങ്കാരം, പിന്നെന്താണ്? കോപം, മോഹം, ഭക്ഷണാസക്തി, ഇങ്ങനെ തുടങ്ങിയ 7 മൂലപാപങ്ങൾ. അതും 7 നരകത്തിലേക്ക് നയിക്കുന്ന പാപങ്ങളാണ്. ഇനി
വെളിപാട് പുസ്തകം 21 നമ്മൾ വായിച്ച വചനഭാഗത്തിൽ, വെളിപാട് 21:8 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഭീരുക്കൾ, അവിശ്വാസികൾ. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം അറിഞ്ഞു, യേശുവിലൂടെയാണ് രക്ഷ എന്ന സത്യം അറിഞ്ഞു, പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ലാത്തവർ, ഭീരുക്കൾ, ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ ഇനി നമുക്ക് എടുത്ത് ഗൗരവമായിട്ട് വായിക്കേണ്ട മറ്റൊരു ഭാഗമാണ് റോമാലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം, റോമർ 1:24 മുതൽ 32 വരെ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഇനി ആ ലിസ്റ്റ് ശ്രദ്ധിച്ചോണം. അവർ എല്ലാ തരത്തിലുമുള്ള അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, തിന്മ, അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം, പരദൂഷണം, ദൈവനിന്ദ, ധിക്കാരം, ഗർവിഷ്ഠത, പൊങ്ങച്ചം, തിന്മകൾ ആസൂത്രണം ചെയ്യുക, മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുക, ബുദ്ധിഹീനമായി പെരുമാറുക, അവിശ്വസ്തത കാണിക്കുക, ഹൃദയശൂന്യത കാണിക്കുക, കരുണയില്ലാത്തവരായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് 32-ാമത്തെ വാക്യം, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ മരണാർഹരാണ്. മരണത്തിന് അർഹരാണ്. ഇതെടുത്താൽ നമ്മൾ ഇതിനകത്തില്ലേ? ഉണ്ട്, ഇതിനകത്ത് നമ്മളുണ്ട്, ഇതിനകത്ത് ഞാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഇത്തരം പ്രവൃത്തികളിൽ നമ്മൾ നിലനിന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ മരണാർഹരാണ്. മരണാർഹരാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഇത്രയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാത്തലിക് ഫാലസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ഇടയിലെ ഒരു ഹെരസി, പാഷണ്ഡത. കത്തോലിക്കരുടെ ഒരു കാത്തലിക് പാഷണ്ഡത ഞാൻ പറയാം. എന്താണ് ആ പാഷണ്ഡത? നമ്മൾ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ പാഷണ്ഡത കിടപ്പുണ്ട്. എന്തെന്നറിയാം? അത് മാമോദീസ മുങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടും. മാമോദീസ മുങ്ങിയത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടും എന്ന ചിന്ത തെറ്റാണ്. ക്ലിയർ ആയിരിക്കണം. മാമോദീസ മുങ്ങിയത് കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടില്ല. അതുകൊണ്ട് നമുക്കിനി വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു മുൻകരുതലിനെ കുറിച്ച് വചനം സൂചിപ്പിക്കുന്നുണ്ട്. അത് വിശ്വാസികൾ എങ്ങനെ പെരുമാറണം. പ്രധാനമായിട്ടും മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവിശ്വാസികൾക്ക് വേണ്ടിയാണോ വിശ്വാസികൾക്ക് വേണ്ടിയാണോ? വിശ്വാസികൾക്ക് വേണ്ടിയാണ്. വിശ്വാസികളോടുള്ള, ശിഷ്യന്മാരോടുള്ള പ്രബോധനമാണ് മത്തായിയുടെ സുവിശേഷം മുഴുവൻ. അത് അവിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല. ലൂക്കായുടെ സുവിശേഷം ആർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്? അവിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. മത്തായിയുടെ സുവിശേഷത്തിലാണ് ഗിരിപ്രഭാഷണം ഏറ്റവും ദീർഘമായിട്ടുള്ളത്. അതിനകത്ത് ഓരോ കാര്യവും പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കോപിക്കരുത്, എന്തെന്നാൽ നിങ്ങൾ നരകാഗ്നിക്കരയായി തീരും. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് മാമോദീസായിലൂടെ നീതീകരിക്കപ്പെട്ടു എന്ന് കരുതി ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്ര പൂർത്തിയായിട്ടില്ല. മറിച്ച് 2 ഘട്ടങ്ങൾ ഇനിയുണ്ട്. എന്ത്? വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഘട്ടമുണ്ട്, മഹത്വീകരണത്തിൻ്റെ വേറൊരു ഘട്ടമുണ്ട്. സാങ്ക്ടിഫിക്കേഷനുണ്ട്, ഗ്ലോറിഫിക്കേഷനുണ്ട്. അപ്പോൾ നമ്മൾ മാമോദീസ സ്വീകരിച്ച് നീതീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷ പ്രാപിക്കില്ല. നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ആവശ്യമുണ്ട്. എടുക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെ വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, നിർത്തിക്കേ, ഒരിക്കൽ പ്രകാശം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രകാശം? ചില റൈറ്റുകളിലെ മാമോദീസയ്ക്ക് തിരി കത്തിച്ച് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഒരിക്കൽ ഈ വെളിച്ചം, മാമോദീസ എന്ന വെളിച്ചം, ക്രിസ്തു വിശ്വാസം എന്ന വെളിച്ചം, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്യുന്നവർ വീണു പോവുകയാണെങ്കിൽ
അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസാധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ വന്നാൽ എന്താണ്? വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ദൈവം എന്ത് ചെയ്യുന്നു? ലോകത്തുള്ള അവിശ്വാസികളായ എല്ലാ വ്യഭിചാരികളെയും ശിക്ഷിക്കും, ലോകത്തുള്ള എല്ലാ കൊലപാതകികളെയും ശിക്ഷിക്കും. പക്ഷെ നമ്മൾ മാമോദിസ മുങ്ങിയതുകൊണ്ട് നമുക്കിത് ബാധകമല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അവരെ പുനരാനയിക്കുക അസാധ്യമാണ്. 10-ാം അധ്യായം എടുത്തേ, ഹെബ്രായർ 10:26-27. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല. മാമോദീസ സ്വീകരിച്ചവരെ കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ ഈ സ്വർഗീയ സത്യത്തിൻ്റെ ഈ സമ്മാനത്തിൻ്റെ ആസ്വാദ്യത അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യരെ കുറിച്ച് പറയുകയാണ്. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ, ഇതെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഇനി നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല. ഇനി എന്താ പറയുന്നത്? ഇനി എന്താ അവശേഷിക്കുന്നത്? മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. വ്യക്തമായിട്ട് നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തമായിട്ട് ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, ഇത്തരം പ്രബോധനങ്ങൾ നമുക്ക് താല്പര്യമില്ല. രണ്ടാമത്തെ കാരണം, ഇത് നാം യുഗങ്ങളുടെ അന്ത്യത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് സമയമില്ല, നമുക്ക് വി ഹാവ് നോ ടൈം ടു സ്പെയർ, കളയാൻ നമുക്കിനി നേരമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഈ നാളുകളിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കൽ മാമോദീസ സ്വീകരിച്ചു എന്ന് കരുതി പിന്നീട് നമ്മൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കാതിരുന്നാൽ, നമ്മൾ ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയാൽ എന്ത് സംഭവിക്കും? അത് നമ്മളെ നരകത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് എടുക്കുന്നത് നല്ലതാണ്. ഈ ഗിരിപ്രഭാഷണം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. എല്ലാം നമുക്ക് വായിക്കാൻ സമയമില്ല, എങ്കിലും 1-2 വാക്യങ്ങൾ വായിക്കാം. എന്തൊക്കെയാണ്? മത്തായി 5-ാം അധ്യായത്തിൻ്റെ 20. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. അതായത് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളിൽ നിന്ന് അല്പം കൂടി ഉയർന്ന നിലവാരത്തിലുള്ള ഒരു നീതി നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. കർത്താവ് പറയാണ്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി അത് താഴോട്ടുള്ളത് വായിച്ചേ, അത് ഒന്നാൽ വായിക്കാൻ നല്ലതാണ്. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ബലിപീഠത്തിൽ നീ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് തോന്നിയാൽ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ഇനി താഴോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണം. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകണം. ചോദിക്കുന്നവന് കൊടുക്കണം. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുവിനെ ദ്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ഇനി 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. കാഹളം മുഴക്കരുത് എന്നതിൻ്റെ ഇന്നത്തെ വ്യാഖ്യാനം, ഇന്നത്തെ ഇൻ്റർപ്രിട്ടേഷൻ, ഭിക്ഷ കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിലിടരുത്. അങ്ങനെയാണ്. കാഹളം എന്നാരും മുഴക്കുന്നില്ല. ഭിക്ഷ കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിലിടരുത്. അത് അത്രയേ ഉള്ളൂ. 5-ാമത്തെ വാക്യം, 6-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇനി താഴോട്ട് വരുമ്പോൾ 16-ാമത്തെ വാക്യം. ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപവസിക്കരുത്.
അപ്പോൾ വായിച്ചാൽ മതി. പിന്നീട് 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ച്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ വായിച്ചാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് നമുക്ക് നരകത്തിലേക്ക് നമ്മളെ നയിക്കാൻ പര്യാപ്തമായ പാപത്തിൻ്റെ മേഖലകൾ നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതാണ് നമ്മളെ യേശുക്രിസ്തുവിലൂടെയുള്ള നീതിയിലേക്ക് നയിക്കുന്നത്. നമുക്ക് പിന്നീട് എങ്ങനെയാണ്, ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ രക്ഷയിൽ നിലനിൽക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അറിവ് വേണം. ഇപ്പം നമുക്കൊരു ഭാരം വന്നിട്ടുണ്ട്, കാരണം ഇതെല്ലാം നമ്മളിലുണ്ട്. എങ്ങനെ നമുക്ക് ഈ രക്ഷയിൽ നിലനിൽക്കാം, അതിന് ചില വഴികൾ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആത്മരക്ഷയെക്കുറിച്ച് നമുക്ക് ഉറപ്പ് കിട്ടും. എന്താ ഉറപ്പ് കിട്ടുന്നത്? എൻ്റെ ആത്മാവ് നശിക്കില്ല എന്നൊരു ഉറപ്പ് കിട്ടും. അത് കിട്ടാൻ കർത്താവിൻ്റെ വചനം നമുക്ക് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കണം. പക്ഷേ അതിനു മുമ്പ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ, നമ്മുടെ അവസ്ഥ, നമ്മുടെ രോഗാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടാനുള്ള അവസരങ്ങളെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ രക്ഷയുടെ വഴിയെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആദ്യത്തെ കാര്യം, നമ്മൾ മനസ്സിലാക്കിയ ആദ്യത്തെ കാര്യം എന്താണ്? ഒരു നിത്യ നരകം ഉണ്ട്. നമ്മളിങ്ങനെ ജീവിച്ചാൽ, ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ നമ്മൾ ഈ നരകത്തിൽ അവസാനിക്കും. നമുക്കിതല്ലാതെ വേറെ രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിൽ ഒരു പോംവഴിയില്ല. ഇല്ലാത്ത വിധത്തിൽ നമ്മൾ പാപത്തിൻ്റെ അടിമയായിട്ട് കഴിയുകയാണ്. ലോകം മുഴുവൻ, ഗലാത്യ ലേഖനം പറയുന്നത് ലോകം മുഴുവൻ പാപത്തിൻ്റെ കീഴിലാണെന്ന് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തന്നു. റോമാലേഖനത്തിൽ പറയുകയാണ്, നീതിമാനായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല, നന്മ പ്രവർത്തിക്കുന്നവരാരുമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. അവർ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്, അവരുടെ കാലുകൾ തിന്മയിലേക്ക് പായുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നതാണ്. നന്മ ചെയ്യുന്നവരാരുമില്ല, ഒരുവൻ പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം, നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വഴികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ അവസാനിക്കും? നരകത്തിൽ അവസാനിക്കും. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഹൃദയം നൊന്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഞങ്ങളിൽ നിന്ന് പാപത്തെ നീക്കിക്കളയാൻ സഹായിക്കുന്ന സ്വർഗീയ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നോ, അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ.
ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനുമായ പരിശുദ്ധനായ യേശു കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് അവിടുത്തെ ഒന്ന് ഉള്ളു തുറന്ന് ആരാധിക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഒരു നല്ല സ്തുതിയാരാധനയ്ക്കായിട്ട് മനസ്സും ഹൃദയവും ശരീരവും ആത്മാവും എല്ലാം ഒന്ന് ഉണർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവശക്തിയോടെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. കർത്താവെ, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ആരാധിക്കുന്നു കർത്താവെ, വാഴ്ത്തുന്നു കർത്താവെ, പുകഴ്ത്തുന്നു കർത്താവെ, മഹത്വപ്പെടുത്തുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. വാഴ്ത്തുന്നു കർത്താവെ, പുകഴ്ത്തുന്നു കർത്താവെ, മഹത്വപ്പെടുത്തുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്ക നിന്നാദനേ എന്നുള്ളമേ, വാഴ്ത്തുക നന്ദിയാ. മനമേ സ്തുതിക്ക നിന്നാഥനേ. ആമേൻ. എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. യേശുദേവാദിദേവൻ, കർത്താദികർത്തൻ, ആമേൻ, ആമേൻ. പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, ഹല്ലേലൂയ. കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ചേർന്ന് പാടി ആരാധിക്കാം, ചേർന്ന് പാടി ആരാധിക്കാം. എല്ലാവരും ചേർന്ന് നല്ല മനസ്സോടെ ഈശോയെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് പാടുമ്പോൾ ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയും. ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടാനിടയായിത്തീരും. ആരാധനയും സ്തുതിയും സ്തോത്രവും ആമേൻ. സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. എൻ്റെ ഈശോയെ, ആരാധനയും സ്തുതിയും സ്തോത്രവും യേശുവേ, സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. ആമേൻ, ആമേൻ. ചേർന്ന് പാടി ആരാധിക്കാം. യേശുദേവാദിദേവൻ, കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദി കരങ്ങൾ ഉയർത്തി ആരാധിക്കാം, കരങ്ങൾ ഉയർത്തി. പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, കർത്താദികർത്തൻ,
സർവേശ്വരേശുവേ യേശുവേ, എന്നെ സ്വതന്ത്രമാക്കുന്നതിനോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവേ. എന്റെ ദൈവമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു യേശുവേ. ഞങ്ങളെ ആത്മീയമായി ഉണർത്തുന്നതിനെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ സ്വതന്ത്രമാക്കുന്ന സ്നേഹത്തെ ഓർത്ത് ആരാധിക്കുന്നു യേശുവേ. അങ്ങ് വലിയവനായ ദൈവമാണ്, സർവാധിപനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, എന്റെ കുടുംബത്തിന് മതിയായ ദൈവമാണ് യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു. ഗ്ലോറി 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 ഗ്ലോറി. മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വം മഹത്വം മഹത്വം. യേശുവേ, നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ. എല്ലാ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളുടെ കാവൽ മാലാഖയോട് ചേർന്ന് ആരാധിക്കുന്നു. പേരിന്റെ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു യേശുവേ, നന്ദി പറയുന്നു യേശുവേ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വേദനാജനകമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളെല്ലാം മുഴുകി സമ്പത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയൊക്കെ പിന്നാലെ അത് സ്വപ്നം കണ്ട് ദൈവവിചാരം പോലും നഷ്ടപ്പെട്ട് തങ്ങളുടേതായ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ആ രക്ഷയുടെ അനുഭവം തിരിച്ചറിയാൻ പറ്റാത്ത വിധം അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ നമ്മളുടെ വേദനയാണ്. ഈശോയെ സ്നേഹിക്കുന്ന ഓരോ വിശ്വാസിയുടെയും വേദന അതാണ്. ഒരാത്മാവ് പോലും ഈ ഭൂമുഖത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഈശോ, എൻ്റെ രക്ഷകനായ നാഥൻ കുരിശിൽ മരണം വരിച്ച് ഉദ്ധാനം ചെയ്തത്. അതേ പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റും? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച, എന്നോട് ഇത്രയും വലിയ കരുണ കാണിച്ച ഒരു ദൈവത്തെ എനിക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശു തമ്പുരാനെ ഞാൻ സ്നേഹിക്കുന്നു എങ്കിൽ, ഈ രക്ഷയുടെ അനുഭവം ലോകം അറിയണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം, ഒരു വേദന, ഒരു കണ്ണുനീർ, ഒരു തീഷ്ണത നമ്മെ എന്നും ഭരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ആത്മാവിൻ്റെ ആളുന്ന ഒരു അനുഭവമായിട്ട് മാറണം. വേദനയുടെ ഒരു കണ്ണീരായിട്ട് അത് മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധ ജപമാലയിൽ മാതാവിനോട് ചേർന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ ലോകമെമ്പാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കളുടെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിത്യജീവിലേക്ക് അവരിൽ എത്തിച്ചേരുന്ന വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരു ജപമാലയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. ഈ ജപമാലയെ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് കഴിയുന്നവരെല്ലാം കുറച്ച് ത്യാഗമെടുത്ത്, കാരണം ഇത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു യജ്ഞമാണ്. അതുകൊണ്ട് ഇതിന് വില കൊടുക്കേണ്ടതുണ്ട്. വില കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ജപമാലയിലേക്ക് പ്രവേശിക്കാം. മാതാവിൻ്റെ ഈരടി പാടി ഒരു ഭക്തിപൂർവ്വം മാതാവിൻ്റെ മാതൃസ്നേഹത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ തിരുസന്നിധി നമുക്ക് ജപമാലയിൽ പൂർത്തീകരിക്കാം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്തു, സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത്, സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിൽ
ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്തു. സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്തു. സ്വർഗ്ഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. ആവേ ആവേ മരിയ, ചേർന്ന് ആവേ ആവേ മരിയ, 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 ആവേ ആവേ മരിയ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസിമപ്രതാവാനായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്ക് ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോട് ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങ് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങ് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ഒന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാമത്തെ ദുഃഖകരമായ ദൈവരഹസ്യം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് വിശമിശിക പിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് കൽത്തൂണിൽ കട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു നിങ്ങൾ ധ്യാനിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമര ചുമത്തപ്പെട്ടു എന്ന് നിങ്ങൾ ധ്യാനിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് വിശ്വംശിക ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് നിങ്ങൾ ധ്യാനിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാ ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദൈവകുമാരനുമാതാവേ, രക്ഷകനൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പരിനീർസുമമേ,
ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർലോകത്തിൻ ദ്വാരകമേ, പുലർക്കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്തുതി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണവുമേ സ്തുതി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് നീങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുത്തുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥരെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്മേൽ ഫലമായി ഈശോയെ ഞങ്ങളിൽ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണം. കന്യകളുടെ രാജ്ഞിയായ കന്യക, ദയുള്ള മാതാവേ,
ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. ഭാവിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് തിരുസന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വന്ദനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും